ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ആദ്യകാല മനുഷ്യജീവിതം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകളാണ്: 1. മൃഗങ്ങളുടെ ചിത്രങ്ങളായിരുന്നു അവയിൽ അധികവും. വേട്ടയാടലിനെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളുണ്ട്. സംഘനൃത്തത്തിൻ്റെ ചിത്രമുണ്ട്. മൃഗങ്ങളുടെ ചലനം ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകളാണ്: മൃഗങ്ങളുടെ ചിത്രങ്ങളായിരുന്നു അവയിൽ അധികവും. വേട്ടയാടലിനെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളുണ്ട്. സംഘനൃത്തത്തിൻ്റെ ചിത്രമുണ്ട്. മൃഗങ്ങളുടെ ചലനം ചിത്രീകരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഗുഹാചിത്രങ്ങളിൽ നിന്നും പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? 1. പ്രാചീന മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അവർ സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ മൃഗങ്ങളുടെ ചലനം നിരീക്ഷിച്ചിരുന്നു. അവർ മൃഗങ്ങളുമായി ഇടപഴകിയാണ് ജീവിച്ചിരുന്നത്. കലാവൈദഗ്ധ്യം ഉള്ളവരായിരുന്നു. അപ്പോൾ ഗുഹാചിത്രങ്ങളിൽ നിന്നും പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത്? 1. പ്രാചീന മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. 2. അവർ സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. 3. മൃഗങ്ങളുടെ ചലനം അവർ നിരീക്ഷിച്ചിരുന്നു. മൃഗങ്ങളുമായി ഇടപഴകിയാണ് ജീവിച്ചിരുന്നത്. കലാവൈദഗ്ധ്യം ഉള്ളവരായിരുന്നു. ഇനി പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാം. എങ്ങനെയാണ്? വേട്ടയാടലായിരുന്നു പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ പ്രധാന ഉപജീവന മാർഗം. അതിനാൽ ഈ കാലഘട്ടത്തെ വേട്ടയാടൽ യുഗമെന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. എന്താണ്? വേട്ടയാടലായിരുന്നു പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ പ്രധാന ഉപജീവന മാർഗം. അതിനാൽ ഈ കാലഘട്ടത്തെ വേട്ടയാടൽ യുഗമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. വേട്ടയാടൽ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളും ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഗുഹകൾക്കുള്ളിൽ വെളിച്ചത്തിനും ആഹാരം വേവിക്കാനും തീ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്ന് പ്രാചീന ശിലായുഗ മനുഷ്യർ തീയുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാമോ എന്നതാണ് ചോദ്യം. അപ്പോൾ വേട്ടയാടലായിരുന്നു പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ പ്രധാന ഉപജീവന മാർഗം. അതിനാൽ ഈ കാലഘട്ടത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. വേട്ടയാടൽ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളും ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഗുഹകൾക്കുള്ളിൽ വെളിച്ചത്തിനും ആഹാരം വേവിക്കാനും തീ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്ന് പ്രാചീന ശിലായുഗ മനുഷ്യർ തീയുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. അടുത്ത ചോദ്യം, പ്രാചീന യുഗത്തിൽ മനുഷ്യൻ സാങ്കേതിക രംഗത്ത് കൈവരിച്ച പുരോഗതികൾ എന്തെല്ലാം? 1. കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. 2. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. 3. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. 5. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. മരനാരുകൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. കളിമണ്ണുകൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ പ്രാചീന യുഗത്തിൽ മനുഷ്യൻ സാങ്കേതിക രംഗത്ത് കൈവരിച്ച പുരോഗതികളാണ്: കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. മരനാരുകൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. പിന്നെ കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. പ്രാചീന ശിലായുഗ മനുഷ്യൻ പുരോഗതി കൈവരിച്ച മേഖലകളാണ്: 1. ശില്പവിദ്യ. ശില്പവിദ്യാ മേഖലയിൽ നമുക്ക് ഉദാഹരണം പറയാവുന്നത് പ്രതിമകൾ, മനുഷ്യരൂപങ്ങൾ. ശില്പവിദ്യാ മേഖലയിൽ പ്രതിമകൾ, മനുഷ്യരൂപങ്ങൾ. അതുപോലെ ചിത്രകല. ചിത്രകലയിൽ എന്താണ്? ഗുഹാചിത്രങ്ങൾ. കരകൗശല വിദ്യ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, സുഷിരവാദ്യങ്ങൾ. അപ്പോൾ പ്രാചീന ശിലായുഗ മനുഷ്യൻ പുരോഗതി കൈവരിച്ച മേഖലകളാണ് ശില്പവിദ്യ, ചിത്രകല, കരകൗശല വിദ്യ. ഇതിൽ ശില്പവിദ്യയിൽ വരുന്നതാണ് പ്രതിമകൾ, മനുഷ്യരൂപങ്ങൾ. ചിത്രകലയിൽ വരുന്നതാണ് ഗുഹാചിത്രങ്ങൾ. കരകൗശല വിദ്യയിൽ വരുന്നതാണ് പാത്രങ്ങൾ, ആഭരണങ്ങൾ, സുഷിരവാദ്യങ്ങൾ. ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ഭീംബേട്ക. ഭീംബേട്ക എവിടെയാണ്? മധ്യപ്രദേശ്. ഭീംബേട്ക മധ്യപ്രദേശ്. നർമ്മദ താഴ്വര മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നർമ്മദ താഴ്വര മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഹൻസ്ഗി എവിടെയാണ്? ഹൻസ്ഗി കർണാടകം. ഇപ്പോൾ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ഭീംബേട്ക, നർമ്മദ താഴ്വര, ഹൻസ്ഗി. ഭീംബേട്ക എവിടെയാണ്? മധ്യപ്രദേശ്. നർമ്മദ താഴ്വര മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഹൻസ്ഗി കർണാടകം. ഇനിയുള്ള 2 സ്ഥലങ്ങളൊന്ന് നാഗാർജുന കൊണ്ട, അത് ആന്ധ്രാപ്രദേശാണ്. കുർനൂൽ ഗുഹകൾ ആന്ധ്രാപ്രദേശിലാണ്.
അപ്പോൾ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഭീംബേട്ക മധ്യപ്രദേശിൽ, നർമ്മദ താഴ്വര മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹൻസ്ഗി കർണാടകം, നാഗാർജുന കൊണ്ട കുർനൂൽ ഗുഹ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഇനി ഭീംബേട്കയുടെ സവിശേഷതകളാണ്: ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രം, കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ, ധാരാളം ചിത്രങ്ങൾ, വേട്ടയുടെയും സംഘപ്രവർത്തനത്തിൻ്റെയും. അപ്പോൾ ഭീംബേട്കയുടെ സവിശേഷതകൾ: ഒന്ന്, ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് ഭീംബേട്ക, കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ്, പിന്നെന്താണ്, വേട്ടയാടലിൻ്റെയും സംഘപ്രവർത്തനത്തിൻ്റെയും എല്ലാം ധാരാളം ചിത്രങ്ങൾ ഇവിടെയുണ്ട്. അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നത്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണിവ. പ്രാചീന ശിലായുഗത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഈ കാലഘട്ടം മധ്യശിലായുഗം എന്നറിയപ്പെട്ടു. സൂക്ഷ്മമായ ശിലായുധങ്ങളായിരുന്നു മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ഈ കാലഘട്ടം സൂക്ഷ്മശിലായുഗം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ എന്താണ്? മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നതിന് കാരണമാണ് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണിവ. പ്രാചീന ശിലായുഗത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഈ കാലഘട്ടം മധ്യശിലായുഗമെന്ന് അറിയപ്പെടുന്നു. സൂക്ഷ്മമായ ശിലായുധങ്ങളായിരുന്നു മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ഈ കാലഘട്ടം സൂക്ഷ്മശിലായുഗം എന്ന് അറിയപ്പെട്ടു. മധ്യശിലായുഗ ഉപകരണങ്ങൾ മനുഷ്യൻ എന്തിനെല്ലാം ഉപയോഗിച്ചിരുന്നു? കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും ദൂരെ നിന്ന് എറിഞ്ഞിടാൻ, വേട്ടയാടിയ മൃഗങ്ങളുടെ തോലുരിക്കാൻ. മധ്യശിലായുഗ ഉപകരണങ്ങൾ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെയാണ്? കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും ദൂരെ നിന്ന് എറിഞ്ഞിടാൻ, വേട്ടയാടിയ മൃഗങ്ങളുടെ തോലുരിക്കാൻ. മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ ജീവികളെ എങ്ങനെയാണ് ബാധിച്ചത്? മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായി. തത്ഫലമായി പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവിവർഗത്തിന് ഉദാഹരണമാണ് മാമത്ത്. മധ്യശിലായുഗത്തിലെ വേട്ടയാടൽ ജീവികളെ എങ്ങനെയാണ് ബാധിച്ചത്? മധ്യശിലായുഗത്തിലെ വേട്ടയാടൽ വ്യാപകമായതോടെ പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ഒരു ജീവിവർഗത്തിന് ഉദാഹരണമാണ് മാമത്ത്. മധ്യശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ പുരോഗതികളാണ്: സ്ഥിരവാസം ആരംഭിച്ചു, ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു, വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു, നായയെ ഇടയ്ക്ക് വളർത്തി, ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി, മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ പുരോഗതികളാണ്: സ്ഥിരവാസം ആരംഭിച്ചു, ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു, വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു, നായയെ ഇണക്കി വളർത്തി, ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി, മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. മനുഷ്യചരിത്രത്തിൽ ഭക്ഷ്യോൽപാദനത്തിന് വഴിതെളിയിച്ച കാരണങ്ങൾ എന്തെല്ലാം? ഒന്ന്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. രണ്ട്, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്. മൂന്ന്, ജനസംഖ്യാ വർധനവ്. മനുഷ്യചരിത്രത്തിൽ ഭക്ഷ്യോൽപാദനത്തിന് വഴിതെളിയിച്ച കാരണങ്ങളാണ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്, ജനസംഖ്യാ വർധനവ്. നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗോർഡൻ ചൈൽഡ്. നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗോർഡൻ ചൈൽഡ്. നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങളാണ്: മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളുടെ ഉപയോഗം, കൃഷിയുടെ ആരംഭം, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം, ഭക്ഷ്യോൽപാദനം, മൃഗപരിപാലനം. നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങളാണ്: മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളുടെ ഉപയോഗം, കൃഷിയുടെ ആരംഭം, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം, ഭക്ഷ്യോൽപാദനം, മൃഗപരിപാലനം. ഇനി നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങളാണ്: തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു, മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു, കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു, ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു, മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു, കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു, ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു, തടി കൊണ്ടുള്ള കലപ്പയും തുമ്പയും നിർമ്മിച്ചു, എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി കൊണ്ട്, ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു. അപ്പോൾ ഇതൊക്കെ എന്താണ്? നവീന ശിലായുഗത്തിൻ്റെ സാങ്കേതിക നേട്ടങ്ങളാണ്.
തടിയുടെ പിടിയിട്ട് കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച് സൂചി കൊണ്ട് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു. അപ്പം നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി എന്താണ് തടാക ഗ്രാമങ്ങളുടെ പ്രത്യേകതകൾ? നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾക്ക് ഉദാഹരണമാണ് തടാക ഗ്രാമങ്ങൾ. പിന്നെ സ്വിറ്റ്സർലൻഡിലാണ് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തടാക ഗ്രാമങ്ങളുടെ പ്രത്യേകതകളാണ് നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾക്ക് ഉദാഹരണം സ്വിറ്റ്സർലൻഡിലാണ് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമെന്ത്? ജനസംഖ്യാ വർധനവ്, കൃഷിക്ക് ആവശ്യമായ പ്രദേശങ്ങളുടെ ആവശ്യകത, വാസയോഗ്യമായ പ്രദേശങ്ങളുടെ ആവശ്യകത, ജലഗതാഗതം. നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമാണ് ജനസംഖ്യാ വർധനവ്, കൃഷിക്ക് ആവശ്യമായ പ്രദേശങ്ങളുടെ ആവശ്യകത, വാസയോഗ്യമായ പ്രദേശങ്ങളുടെ ആവശ്യകത, ജലഗതാഗതം. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? എടയ്ക്കൽ ഗുഹ. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമാണ് എടയ്ക്കൽ ഗുഹ. ഇനി പല മേഖലകളിലായിട്ട് പ്രാചീന ശിലായുഗത്തിലും നവീന ശിലായുഗത്തിലും ഉണ്ടായ മാറ്റങ്ങളാണ്. അപ്പോൾ ഉപകരണങ്ങൾ, പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ എന്തായിരുന്നു? പരുക്കൻ ശിലായുധങ്ങളായിരുന്നു. നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ. ഇനി തൊഴിൽ, പ്രാചീന ശിലായുഗത്തിലെ തൊഴിൽ വേട്ടയാടലായിരുന്നു. നവീന ശിലായുഗത്തിൽ വന്നപ്പോൾ അത് കൃഷിയും മൃഗപരിപാലനവുമായി. ഇനി ആഹാര സമ്പാദനം എങ്ങനെയായിരുന്നു? പ്രാചീന ശിലായുഗത്തിൽ ഭക്ഷ്യ ശേഖരണമായിരുന്നു. എന്നാൽ നവീന ശിലായുഗത്തിൽ ഭക്ഷ്യ ഉൽപാദനമായി. ഇനി സ്ഥിരവാസം, പ്രാചീന ശിലായുഗത്തിൽ സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. നവീന ശിലായുഗത്തിൽ സ്ഥിരവാസം ആരംഭിച്ചു. മൃഗപരിപാലനം പ്രാചീന ശിലായുഗത്തിൽ ഇല്ലായിരുന്നു. നവീന ശിലായുഗത്തിൽ അത് വ്യാപകമായി. പാത്രനിർമ്മാണം, മരനാര് കൊണ്ടുള്ള പാത്രങ്ങളാണ് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. നവീന ശിലായുഗത്തിൽ അതെന്തായി? മൺപാത്രങ്ങളായിട്ട് മാറി. ഇനി സാങ്കേതിക വിദ്യ, പ്രാചീന ശിലായുഗത്തിലെ ശില്പവിദ്യ, ചിത്രകല, കരകൗശല വിദ്യ ഇത്രയാണ് ഉണ്ടായിരുന്നത്. നവീന ശിലായുഗത്തിൽ വന്നപ്പോഴോ മൺപാത്ര നിർമ്മാണം, ചക്രങ്ങളുടെ ഉപയോഗം, വസ്ത്രം നെയ്യൽ, കരകൗശല വിദ്യ, ചിത്രകല, ശില്പവിദ്യ, വാസസ്ഥലങ്ങളുടെ നിർമ്മാണം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഉപകരണങ്ങൾ, പ്രാചീനത്തിൽ പരുക്കൻ ശിലായുധങ്ങൾ, നവീനത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ. തൊഴിൽ വേട്ടയാടലാണ്. നവീനത്തിൽ കൃഷിയും മൃഗപരിപാലനവും. ആഹാര സമ്പാദനം ഭക്ഷ്യശേഖരണമായിരുന്നു. നവീനത്തിൽ വന്നപ്പോൾ ഭക്ഷ്യ ഉൽപാദനമായി. സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. നവീന ശിലായുഗത്തിൽ സ്ഥിരവാസം ആരംഭിച്ചു. മൃഗപരിപാലനം ഇല്ലായിരുന്നു. നവീന ശിലായുഗത്തിൽ അത് വ്യാപകമായി. പാത്രനിർമ്മാണം മരനാര് കൊണ്ടുള്ള പാത്രമായിരുന്നു. നവീന ശിലായുഗത്തിൽ മൺപാത്രങ്ങളായി. പിന്നെ സാങ്കേതിക വിദ്യ എന്താണ്? ശില്പവിദ്യ, ചിത്രകല, കരകൗശല വിദ്യ മാത്രമായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്നത്. നവീന ശിലായുഗത്തിൽ മൺപാത്ര നിർമ്മാണം, ചക്രങ്ങളുടെ ഉപയോഗം, വസ്ത്രം നെയ്യൽ, കരകൗശല വിദ്യ, ചിത്രകല, ശില്പവിദ്യ, വാസസ്ഥലങ്ങളുടെ നിർമ്മാണം. ഇനി ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു. നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമായിരുന്നു തുർക്കിയിലെ ചാതൽ ഹൊയുക്ക്. നഗരജീവിതത്തിൻ്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളായിരുന്നു ഇവിടെ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു. നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമായിരുന്നു തുർക്കിയിലെ ചാതൽ ഹൊയുക്ക്. തുർക്കിയിലെ ചാതൽ ഹൊയുക്ക് നഗരജീവിതത്തിൻ്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഏത്? തുർക്കിയിലെ ചാതൽ ഹൊയുക്ക്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളായിരുന്നു ഇവിടെ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. താമ്രശിലായുഗത്തെ സംബന്ധിച്ച എന്തെല്ലാം തെളിവുകളാണ് ചാതൽ ഹൊയൂക്കിൽ നിന്ന് ലഭിച്ചത്?
ചെളിക്കട്ടകൾ കൊണ്ടുണ്ടാക്കിയിരുന്ന കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്. അപ്പോൾ താമ്രശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ നമുക്ക് ചാതൽ ഹൊയൂക്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ തെളിവുകളായിരുന്നു? ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്. താമ്രശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളാണ് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ചു. നഗരജീവിതത്തിൻ്റെ ആരംഭം. ചെളിക്കട്ടകൾ കൊണ്ട് വീടുകൾ നിർമ്മിച്ചു. അടുപ്പുകളോടുകൂടിയ വീടുകൾ നിർമ്മിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ താമ്രശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ചു. നഗരജീവിതത്തിൻ്റെ ആരംഭം. ചെളിക്കട്ടകൾ കൊണ്ട് വീടുകൾ നിർമ്മിച്ചു. അടുപ്പുകളോടുകൂടിയ വീടുകൾ നിർമ്മിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രങ്ങൾ ഉപയോഗിച്ചു. താമ്രശിലായുഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തിയ നിരവധി പ്രദേശങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ട്. അവയാണ് മെഹർഗഡ്, അഹാർ, കായത, ജോർവേ, ഗിലുണ്ട്, ഏറാൻ, നവദാതോലി, ചന്ദോളി, ബാലതൽ, ചിരാന്ത്, ദൈമാബാദ്. താമ്രശിലായുഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തിയ നിരവധി പ്രദേശങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ട്. അവയാണ് മെഹർഗഡ്, അഹാർ, കായത, ജോർവേ, ഗിലുണ്ട്, ഏറാൻ, നവദാതോലി, ചന്ദോളി, ബാലതൽ, ചിരാന്ത്, ദൈമാബാദ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. ഗോതമ്പ്, ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു. അടുപ്പുകളോടുകൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നതിനും അവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് മെഹർഗഡിൻ്റെ കുറിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്